എല്ലാവർക്കും ശ്രീനാഥ് റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മൾ ഫ്രൂട്ടി ബ്രെഡിലും കേക്കിലും ഒക്കെ ടൂട്ടി ഫ്രൂട്ടി കാണാറുണ്ടല്ലോ. അത് കഴിക്കാനും നല്ല സ്വാദാവും. ആ ടൂട്ടി ഫ്രൂട്ടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി തോല് കളയണം. എന്നിട്ട് അത് നെടുക കീറി അതിൻ്റെ ഉള്ളിലുള്ള വിത്തൊക്കെ പുറത്തെടുക്കണം. അതൊന്നും കൂടി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയണം. നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയുടെ സൈസ് അറിയുമല്ലോ, അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കണം. ഇതിപ്പോൾ കഷ്ണങ്ങളാക്കിയ ശേഷം ഒരു കപ്പ് എടുത്തിട്ട് അളന്ന് നോക്കണം. എനിക്കിവിടെ ഒരു 5 കപ്പ് കഷ്ണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാനതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 10 കപ്പ് വെള്ളം ഒരു പാനിൽ തിളപ്പിക്കാൻ പോവാണ്. ഈ വെള്ളം ഏകദേശം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഈ പപ്പായ കഷ്ണങ്ങൾ അതിലിടണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലെ വെള്ളം ഊറ്റിക്കളയണം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാനിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കണം. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കണം. ഈ പഞ്ചസാര നന്നായി അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള പപ്പായ കഷ്ണങ്ങൾ അതിലിട്ട് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിലിരുന്ന് തിളക്കട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാതെ നോക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിലുള്ള ഷുഗർ സിറപ്പ് ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് ഒരു നൂല് പോലെ നിൽക്കും. ഇതിന് സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയും. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ കഷ്ണങ്ങൾ ഷുഗർ സിറപ്പിൽ നിന്ന് കോരിയെടുത്തിട്ട് 4 ബൗളുകളിലാക്കിയിട്ട് ഇട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 4 ഫുഡ് കളർ എടുത്തിട്ട് അതിൽ നിന്ന് ഓരോ നുള്ളു മാത്രം ചേർത്ത് മിക്സ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ കളർ ചേർക്കണ്ട.
ഞാനിപ്പോൾ 4 ബൗളിൽ 4 കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു ട്രേയിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ നിവർത്തി വെച്ചിട്ട് അതിൽ ഈ ടൂട്ടി ഫ്രൂട്ടി പരത്തിയിടണം. ഒരു 12 മണിക്കൂർ അതവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം അത് നന്നായി ഡ്രൈ ആയി അതിൻ്റെ ഒട്ടലൊക്കെ മാറണം. ഇപ്പം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തു വയ്ക്കാം. ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം.